നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്പെയിനിൽ കുടിയേറ്റക്കാർക്കായി പ്രഖ്യാപിച്ച പൊതുമാപ്പ് പദ്ധതി 10 ലക്ഷത്തിലധികം പേരെ ആകർഷിക്കുമെന്ന് റിപ്പോർട്ട്. സ്പെയിനിലെ പൊതുമാപ്പ് പദ്ധതി അനധികൃതമായി സ്പെയിനിലെത്തിയ കുടിയേറ്റക്കാർക്ക് നിയമപരമായ താമസത്തിനുള്ള അവസരം നൽകുന്നത്. പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ഏകദേശം 5 ലക്ഷത്തോളം പേർ. ഇതുവരെ 9 ലക്ഷത്തോളം അപേക്ഷകൾ ലഭിച്ചു കഴിഞ്ഞതായി കുടിയേറ്റകാര്യ മന്ത്രാലയം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാറിൽ നിർണായക മുന്നേറ്റം. ആഗോള എണ്ണവില 3 മാസത്തിനിടയിൽ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ഇടിഞ്ഞു. ശക്തമായ നേട്ടം രേഖപ്പെടുത്തി UK ഉൾപ്പെടെയുള്ള ആഗോള ഓഹരി വിപണികൾ. ബ്രന്റ് ക്രൂഡ് ബാരലിന് ഏകദേശം $83 താഴ്ന്നപ്പോൾ യൂറോപ്യൻ വാതക വില കുറഞ്ഞത് 6%. വിപണികളെ ആവേശത്തിലാക്കിയത് ലോക എണ്ണ വിതരണത്തിന്റെ പ്രധാന കവാടമായ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുമെന്ന പ്രതീക്ഷ. UK-യിൽ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള സോഷ്യൽ മീഡിയ വിലക്ക് ഫലപ്രദമായി നടപ്പാക്കുന്നതിനായി പ്രായപരിശോധനാ സംവിധാനങ്ങളുടെ രൂപരേഖ ഒക്ടോബറോടെ തയ്യാറാക്കണമെന്ന് UK ടെക്നോളജി സെക്രട്ടറി ലിസ് കെൻഡൽ. ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, സ്നാപ്ചാറ്റ്, എക്സ്, ഫേസ്ബുക്ക് തുടങ്ങിയ പ്രധാന പ്ലാറ്റ്ഫോമുകൾക്ക് സർക്കാർ വിലക്ക് ഏർപ്പെടുത്തും. വിലക്ക് കർശനമായി നടപ്പാക്കാൻ വ്യക്തമായ എൻഫോഴ്സ്മെന്റ് തന്ത്രവും വാർഷിക റിപ്പോർട്ടും സമർപ്പിക്കണമെന്ന് മാധ്യമ നിയന്ത്രണ ഏജൻസിയായ ഓഫ്കോമിന് സർക്കാരിന്റെ കർശന നിർദ്ദേശം. അമേരിക്ക ഇറാൻ സമാധാന കരാറിൽ ഇരു രാജ്യങ്ങളും ഡിജിറ്റലായി ഒപ്പുവെച്ചതായി US വൈസ് പ്രസിഡന്റ് JD വാൻസ്. കരാർ വിവരങ്ങൾ ഇരു രാജ്യങ്ങളും സൂക്ഷിച്ചിട്ടുള്ളത് അതീവ രഹസ്യമായി. വെള്ളിയാഴ്ച ജനീവയിൽ വെച്ച് അമേരിക്കയും ഇറാനും കരാറിൽ ഔദ്യോഗികമായി ഒപ്പുവെക്കും. US-മായി ഉണ്ടാക്കിയ ധാരണ ഒരു അന്തിമ സമാധാന കരാർ അല്ല എന്ന് വ്യക്തമാക്കി ഇറാൻ. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നു നൽകുന്ന കാര്യത്തിൽ ഇപ്പോഴും ചില അവ്യക്തതകൾ നിലനിൽക്കുന്നു എന്ന് സൂചന. ഇറാനുമായി ധാരണാപത്രം ഒപ്പിട്ടതോടെ ഇറാൻ ഇളവുകൾ നൽകിയതിനുള്ള വിമർശനങ്ങൾ കൂടി ഇനി ട്രംപ് നേരിടേണ്ടി വരും. കാലിഫോർണിയയിൽ അമേരിക്കൻ വ്യോമസേനയുടെ B-52 സ്ട്രാറ്റോഫോർട്രസ് വിമാനം തകർന്നു വീണു. 8 സൈനികർ കൊല്ലപ്പെട്ടു. അപകടം സംഭവിച്ചത് കാലിഫോർണിയയിലെ എഡ്വേർഡ്സ് എയർഫോഴ്സ് ബേസിന് സമീപം പരീക്ഷണ പറക്കൽ നടത്തുന്നതിനിടെ. പരീക്ഷണ പറക്കലിന്റെ ഭാഗമായി സഞ്ചരിച്ച വിമാനമാണ് തകർന്നതെന്നും ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്നും എഡ്വേർഡ്സ് എയർഫോഴ്സ് ബേസ്. വിമാനങ്ങൾ തിരിച്ചുവിട്ടതായി അധികൃതർ. B-52 ബോംബർ US സേനയുടെ ഭാഗമായത് 1954. അപകടത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. കർണാടകയിൽ വീണ്ടും റിസോർട്ട് പൊളിറ്റിക്സ്. നടപടി രാജ്യസഭ MLC തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് കോൺഗ്രസ് MLA-മാരെ ഇന്ന് വൈകിട്ട് റിസോർട്ടിലേക്ക് മാറ്റും. MLA-മാരെ റിസോർട്ടിലേക്ക് മാറ്റാൻ കോൺഗ്രസ് നിർബന്ധിതരായത് രാജ്യസഭ MLC തിരഞ്ഞെടുപ്പുകളിലെ ക്രോസ് വോട്ടിംഗ് ഒഴിവാക്കാൻ. കർണാടകത്തിൽ കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം മുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ അധ്യക്ഷതയിൽ ഇന്ന് ചേരും. കോൺഗ്രസ് നിശ്ചയിച്ചിട്ടുള്ളത് കർണാടകത്തിലെ ഒഴിവുള്ള 7 സീറ്റുകളിൽ 5 സ്ഥാനാർത്ഥികളെ. തൃണമൂൽ കോൺഗ്രസിന്റെ യഥാർത്ഥ അവകാശികൾ ആരെന്നുറപ്പിക്കാനുള്ള പോരാട്ടം കോടതി കയറാൻ സാധ്യത. ലോക്സഭയിലെ തൃണമൂൽ കോൺഗ്രസിന്റെ 28 MP-മാരിൽ 20 പേരാണ് നിലവിൽ വിമതപക്ഷത്ത്. 3/2 ഭാഗം മറുപക്ഷത്തേക്ക് ചാടിയതോടെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരമുള്ള നടപടികൾ ഒഴിവാക്കുമെന്ന പ്രതീക്ഷയിൽ MP-മാർ. BJP-ക്കെതിരെ മത്സരിച്ച് ജയിച്ച് ലോക്സഭയിലെത്തിയവർ BJP നയിക്കുന്ന NDA പിന്തുണയ്ക്കുന്നത് ചൂണ്ടിക്കാട്ടി മമതാപക്ഷം സുപ്രീം കോടതിയിലേക്ക്. LDF അല്ലാതെ മറ്റാരുണ്ടെന്ന തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യം തിരിച്ചടിയായതായി CPM നേതാവ് P. രാജീവ്. ജനങ്ങൾക്കിടയിൽ മുദ്രാവാക്യം മറ്റൊരു ബോധം രൂപപ്പെടുത്തിയെന്നും വെള്ളാപ്പള്ളിക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്നും രാജീവ്. അടിമുടി സംഘടനാ ദൗർബല്യമുണ്ടെന്ന് സമ്മതിച്ച് തിരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ ചേർന്ന CPM സംസ്ഥാന കമ്മിറ്റി. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് സ്വയം ഔചിത്യം പാലിക്കണമായിരുന്നുവെന്ന് MP ഗോവിന്ദന്റെ പേരെടുത്ത് പറയാതെ CPM ജനറൽ സെക്രട്ടറി MA ബേബി. തിരഞ്ഞെടുപ്പിൽ കുടുംബാംഗങ്ങൾ മത്സരിച്ച ഇടങ്ങളിലെല്ലാം ജനങ്ങൾ അവരെ തിരഞ്ഞുപിടിച്ച് തോൽപ്പിച്ചിട്ടുണ്ടെന്ന് പാർട്ടി വിലയിരുത്തൽ. വാർത്തകൾ വിശദമായി. കുടിയേറ്റക്കാർക്കായി സ്പെയിൻ പ്രഖ്യാപിച്ച പൊതുമാപ്പ് പദ്ധതി 10 ലക്ഷത്തിലധികം പേരെ ആകർഷിക്കുമെന്ന് റിപ്പോർട്ട്. അനധികൃതമായി സ്പെയിനിലെത്തിയ കുടിയേറ്റക്കാർക്ക് നിയമപരമായ താമസത്തിനുള്ള അവസരം നൽകുന്നതാണ് ഈ പദ്ധതി. ഏകദേശം 5 ലക്ഷത്തോളം പേർ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകുമെന്നാണ് കരുതപ്പെട്ടിരുന്നതെങ്കിലും ഇതുവരെ 9 ലക്ഷത്തോളം അപേക്ഷകൾ ലഭിച്ചു കഴിഞ്ഞതായി കുടിയേറ്റകാര്യ മന്ത്രാലയം വെളിപ്പെടുത്തുന്നു. അടുത്ത 2 ആഴ്ചക്കാലം കൂടി കുടിയേറ്റക്കാർക്കായി സ്പെയിൻ പ്രഖ്യാപിച്ച പൊതുമാപ്പ് പദ്ധതിക്ക് അപേക്ഷിക്കാൻ സമയം ബാക്കി നിൽക്കിയ അപേക്ഷകരുടെ എണ്ണം 10 ലക്ഷം കവിയുമെന്നാണ് അഭയാർത്ഥികൾക്കായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയായ CR പറയുന്നത്. അനധികൃതമായി എത്തിയ അഭയാർത്ഥികളുടെ താമസം നിയമാനുസൃതമാക്കുന്നത് നീതിയും സമ്പദ്ഘടനയെ സഹായിക്കുന്നതുമാണ് എന്നാണ് ഈ പദ്ധതി ആവിഷ്കരിച്ച മധ്യ ഇടതു നയം പിന്തുടരുന്ന സർക്കാരിന്റെ തലവനായ പെട്രോ സാൻചസ് പറയുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സ്പെയിനിന്റെ സാമ്പത്തിക വളർച്ച മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളുടേതിനേക്കാൾ വേഗത്തിലായിരുന്നു. ഇതിൽ ഭാഗികമായ ഒരു പങ്ക് കുടിയേറ്റക്കാർക്കുണ്ട്. അതിഥി സൽക്കാര മേഖല, പ്രായമായവരുടെ ശുശ്രൂഷ തുടങ്ങിയ മേഖലകളിലെ തൊഴിലാളി ക്ഷാമം പരിഹരിക്കുന്നതിൽ കുടിയേറ്റക്കാർ നിർണായക പങ്കാണ് വഹിച്ചിരിക്കുന്നത്. മാത്രമല്ല സാമൂഹ്യ സുരക്ഷയ്ക്കും ഇവർ നിർണായക സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അനധികൃത കുടിയേറ്റക്കാർക്ക് പൊതുമാപ്പ് നൽകുക വഴി സ്പെയിനിന്റെ വളർച്ച കൂടുതൽ ത്വരിതപ്പെടുമെന്നാണ് സാൻചസ് പറയുന്നത്.
മാത്രമല്ല അവർ ചെയ്യുന്ന ജോലികൾ നിയമാനുസൃതമാക്കുക വഴി പൊതു പെൻഷൻ പദ്ധതി കൂടുതൽ സുഗമമാകുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. 2026 ഏപ്രിൽ മുതൽ 36,000 താൽക്കാലിക വർക്ക് പെർമിറ്റുകളാണ് സ്പെയിൻ നൽകിയിട്ടുള്ളത്. മൊത്തം അപേക്ഷകളുടെ 40% വരും ഇതെന്നാണ് കുടിയേറ്റകാര്യ മന്ത്രാലയം പറയുന്നത്. നടപടികൾക്കായി അപേക്ഷ സ്വീകരിക്കപ്പെട്ടാൽ ഉടൻ തന്നെ മേൽ നടപടികൾക്ക് കാത്തുനിൽക്കാതെ കുടിയേറ്റക്കാർക്ക് ജോലി ചെയ്യാൻ ആരംഭിക്കാം. ഒരു സർക്കാർ ഡിഗ്രി വഴിയായിരുന്നു സാൻഷെ ഈ പദ്ധതി ആവിഷ്കരിച്ചത്. ഇതനുസരിച്ച് ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത ഒരു വ്യക്തിക്ക് കാലാവധി നീട്ടാൻ കഴിയുന്ന 1 വർഷത്തേക്ക് വരെയുള്ള താൽക്കാലിക റെസിഡന്റ് പെർമിറ്റ് ലഭിക്കും. അതിനായി ചുരുങ്ങിയത് 5 മാസക്കാലമെങ്കിലും സ്പെയിനിൽ താമസിച്ചിരുന്നതായി തെളിയിക്കണം എന്ന് മാത്രം. അതിനു പുറമെ ഇതിന് അർഹത നേടാൻ അവർ സ്പെയിനിൽ ജോലി ചെയ്തിരുന്നു, കുടുംബം കൂടെയുണ്ട്, അല്ലെങ്കിൽ തീരെ നിസ്സഹായാവസ്ഥയിലാണ് എന്നുകൂടി തെളിയിക്കണം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാറിൽ നിർണായക മുന്നേറ്റം ഉണ്ടായെന്ന വാർത്തയെ തുടർന്ന് എണ്ണവില ഇടിഞ്ഞതോടെ UK ഉൾപ്പെടെയുള്ള ആഗോള ഓഹരി വിപണികൾ ശക്തമായ നേട്ടം രേഖപ്പെടുത്തി. ആഗോള എണ്ണവില 3 മാസത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്കാണ് ഇടിഞ്ഞത്. ബ്രന്റ് ക്രൂഡ് ബാരലിന് ഏകദേശം $83 താഴ്ന്നപ്പോൾ യൂറോപ്യൻ വാതക വിലയും 6% കുറഞ്ഞു. ലോക എണ്ണ വിതരണത്തിന്റെ പ്രധാന കവാടമായ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുമെന്ന പ്രതീക്ഷയാണ് വിപണികളെ ആവേശത്തിലാക്കിയത്. എണ്ണവില ഇടിഞ്ഞതോടെ UK ഉൾപ്പെടെ ആഗോള ഓഹരി വിപണികൾ ശക്തമായ നേട്ടം രേഖപ്പെടുത്തി. ലണ്ടൻ ഓഹരി വിപണിയിലെ FTSE 100 സൂചിക ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. അമേരിക്കയിലെ ഡൗ ജോൺസ് റസൽ 2000 സൂചികകൾ റെക്കോർഡ് ഉയരത്തിലെത്തിയപ്പോൾ യൂറോപ്പിലെ സ്റ്റോക്സ് 600 സൂചികയും പുതിയ ഉയരം കുറിച്ചു. ബാങ്കിംഗ്, വാഹന, വിമാനയാന മേഖലകളിൽ ഓഹരികൾ മികച്ച നേട്ടമുണ്ടായപ്പോൾ എണ്ണ ഊർജ്ജ കമ്പനികളുടെ ഓഹരികൾക്ക് തിരിച്ചടിയേറ്റു. അതേസമയം കരാർ സംബന്ധിച്ച അന്തിമ ധാരണകൾ ഇനിയും പൂർത്തിയായിട്ടില്ല എന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗതം പൂർണ്ണമായി സാധാരണ നിലയിലാകാൻ സമയമെടുക്കുമെന്നും സുരക്ഷാ ക്രമീകരണങ്ങൾ, ഉപരോധ ഇളവുകൾ, ആണവ പരിപാടിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എന്നിവ ഇനിയും ബാക്കിയുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നു. എന്നിരുന്നാലും സമാധാന പ്രതീക്ഷകൾ മൂലം വിലക്കയറ്റ സമ്മർദ്ദം കുറയ്ക്കാനും ആഗോള സാമ്പത്തിക വളർച്ചയ്ക്ക് ആശ്വാസമാകാനും സാധ്യതയുണ്ട് എന്നാണ് വിപണി നിരീക്ഷകരുടെ അഭിപ്രായം. UK 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള സോഷ്യൽ മീഡിയ വിലക്ക് ഫലപ്രദമായി നടപ്പാക്കുന്നതിനായി പ്രായപരിശോധനാ സംവിധാനങ്ങളുടെ രൂപരേഖ ഈ വർഷം ഒക്ടോബറോടെ തയ്യാറാക്കണമെന്ന് UK ടെക്നോളജി സെക്രട്ടറി ലിസ് കെൻഡൽ മാധ്യമ നിയന്ത്രണ ഏജൻസിയായ ഓഫ്കോമിനോട് ആവശ്യപ്പെട്ടു. UK 16 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സോഷ്യൽ മീഡിയ വിലക്ക് ഫലപ്രദമായി നടപ്പാക്കുന്നതിനായി പ്രായപരിശോധനാ സംവിധാനങ്ങളുടെ രൂപരേഖ ഈ വർഷം ഒക്ടോബറോടെ തയ്യാറാക്കാനുള്ള നടപടി തുടങ്ങി. ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, സ്നാപ്ചാറ്റ്, എക്സ്, ഫേസ്ബുക്ക് തുടങ്ങിയ പ്രധാന പ്ലാറ്റ്ഫോമുകൾക്ക് വിലക്ക് ഏർപ്പെടുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. വിലക്ക് കർശനമായി നടപ്പാക്കാൻ വ്യക്തമായ എൻഫോഴ്സ്മെന്റ് തന്ത്രവും പാർലമെന്റിന് വാർഷിക റിപ്പോർട്ടും സമർപ്പിക്കണമെന്ന് ഓഫ്കോമിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. മുഖം തിരിച്ചറിയൽ സാങ്കേതിക വിദ്യ, ഡിജിറ്റൽ ID തുടങ്ങിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പ്രായനിർണയ മാർഗങ്ങൾ പരിഗണിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. കൂടാതെ 18 വയസ്സിന് താഴെയുള്ളവർക്ക് പ്രണയമോ ലൈംഗിക ബന്ധങ്ങളോ അനുകരിക്കുന്ന AI ചാറ്റ് ബോട്ടുകൾ ഉപയോഗിക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തും. അതേസമയം കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നിർണായക നടപടി എന്നാണ് സർക്കാർ നിലപാട്. എന്നാൽ മെറ്റയും യൂട്യൂബും ഉൾപ്പെടെയുള്ള സാങ്കേതിക കമ്പനികൾ ഇതിനെതിരെ രംഗത്തെത്തി. ഇത്തരം വിലക്കുകൾ കുട്ടികളെ നിയന്ത്രണമില്ലാത്ത മറ്റ് പ്ലാറ്റ്ഫോമുകളിലേക്ക് തള്ളിവിടുമെന്നും കമ്പനികൾ മുന്നറിയിപ്പ് നൽകുന്നു. മറുവശത്ത് NSPCC, ബെർണാഡോസ് തുടങ്ങിയ ബാലക്ഷേമ സംഘടനകൾ കുട്ടികളെ ഓൺലൈൻ അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന ചരിത്രപരമായ തീരുമാനമാണ് ഇതെന്ന് സ്വാഗതം ചെയ്തു. 100 ദിവസത്തോളം നീണ്ടുനിന്ന യുദ്ധം അവസാനിപ്പിക്കാൻ വഴിയൊരുക്കുന്ന US-ഇറാൻ സമാധാന കരാർ ബ്രിട്ടനിലെ മോർട്ട്ഗേജ് വിപണിക്ക് പ്രതീക്ഷയേകുന്നു. ലോകത്തിന് തന്നെ ആശ്വാസമാകുന്ന കരാർ ബ്രിട്ടന്റെ മോർട്ട്ഗേജ് വിപണിയിൽ ആശ്വാസം സമ്മാനിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. യുദ്ധം അവസാനിക്കുമെന്ന പ്രതീക്ഷയിൽ മോർട്ട്ഗേജ് നിരക്കുകൾ കുറച്ച് ലെൻഡർമാർ. ലോകത്തിന് തന്നെ ആശ്വാസമാകുന്ന കരാർ ബ്രിട്ടന്റെ മോർട്ട്ഗേജ് വിപണിയിൽ ആശ്വാസം സമ്മാനിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ജൂൺ 18-നാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗം ചേരുന്നത്. നിലവിൽ 3.75% നിന്നും നിരക്ക് കുറയാനുള്ള സാധ്യതകൾ ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും നിരക്ക് വർദ്ധിക്കാതിരിക്കാനുള്ള സാധ്യതകൾ സമാധാന കരാർ പുനരുജ്ജീവിപ്പിക്കും. കാത്തിരുന്ന് കാണാമെന്ന നിലപാടിൽ കമ്മിറ്റി തീരുമാനം കൈക്കൊണ്ടാൽ നിരക്കുകൾ വ്യത്യാസമില്ലാതെ തുടരും. അടുത്ത ബുധനാഴ്ച പണപ്പെരുപ്പ നിരക്ക് കൂടിയാലും ബാങ്ക് നിരക്ക് ഉയരില്ല എന്നാണ് വിപണികൾ പ്രതീക്ഷിക്കുന്നത്. ഇതിനിടെ കടം കൊടുക്കാൻ ബാങ്കുകൾക്കും ബിൽഡിംഗ് സൊസൈറ്റികൾക്കും കൂടുതൽ ഫ്ലെക്സിബിലിറ്റി നൽകാൻ ഫിനാൻഷ്യൽ കണ്ടക്ടർ അതോറിറ്റി മോർട്ട്ഗേജ് നിയമങ്ങളിൽ മാറ്റം വരുത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. UK മോർട്ട്ഗേജ് ലെൻഡർമാർ ഫിക്സഡ് ഡീലുകൾ നിരക്കുകൾ കുറയ്ക്കാൻ തയ്യാറായിട്ടുണ്ട്. US-ഇറാൻ യുദ്ധത്തിന്റെ പ്രത്യാഘാതം ഏകദേശം വ്യക്തമാകുന്ന സാഹചര്യത്തിലാണ്
ഈ നീക്കം ഉണ്ടായിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് തുറക്കാനും ആണവ ചർച്ചകൾ പുനരാരംഭിക്കാനും സമാധാന കരാർ വഴിയൊരുക്കും എന്നാണ് കരുതുന്നത്. ജൂൺ 19 കരാറിൽ ഇരുഭാഗവും ഒപ്പുവെക്കുമെന്നാണ് സൂചന. ഇത് എണ്ണ വിതരണത്തെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. അതേസമയം 60 ദിവസത്തെ ചർച്ചകൾ തുടരാനും പരസ്പരം അംഗീകരിക്കാത്ത വിഷയങ്ങൾ വിലപേശൽ തുടരാനാണ് ഇരു വിഭാഗത്തിന്റെയും നീക്കം. ബ്രിട്ടനിൽ വ്യാഴാഴ്ചയോടെ രണ്ടാം ഉഷ്ണതരംഗം എത്തുമെന്ന് മുന്നറിയിപ്പ്. താപനില 30 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. തെക്കൻ ഇംഗ്ലണ്ടിന്റെയും മിഡ്ലാൻഡ്സിന്റെയും ചില ഭാഗങ്ങളിൽ അതിയായ ചൂട് അനുഭവപ്പെടും. ഇത് അടുത്ത ഞായറാഴ്ച വരെ 4 ദിവസത്തോളം തുടരുകയും ചെയ്യുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. വ്യാഴാഴ്ചയോടെ രണ്ടാം ഉഷ്ണതരംഗത്തിന് തുടക്കം. താപനില 30 ഡിഗ്രി കടന്ന് കുതിക്കും എന്ന് റിപ്പോർട്ട്. തെക്ക് കിഴക്കൻ ഇംഗ്ലണ്ട്, കിഴക്കൻ മിഡ്ലാൻഡ്, ലണ്ടൻ എന്നിവിടങ്ങൾ ബുധനാഴ്ച ഉച്ച മുതൽ മഞ്ഞ മുന്നറിയിപ്പ് നിലവിൽ വരുമെന്നും UK ആരോഗ്യ സുരക്ഷാ ഏജൻസി അറിയിച്ചിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും ആരോഗ്യ സോഷ്യൽ കെയർ രംഗങ്ങളിൽ ഉണ്ടാകാനിടയുള്ള സമ്മർദ്ദത്തെക്കുറിച്ചും പരാമർശിക്കുന്ന ഈ മുന്നറിയിപ്പ് വരുന്ന തിങ്കളാഴ്ച വരെ പ്രാബല്യത്തിൽ ഉണ്ടായിരിക്കും. ലണ്ടനിൽ തുടർച്ചയായി 3 ദിവസം താപനില 28 ഡിഗ്രി സെൽഷ്യസോ അതിൽ കൂടുതലോ ആയി തുടരുകയാണ് എങ്കിലാണ് ഉഷ്ണതരംഗം എന്ന് ഔദ്യോഗികമായി കണക്കാക്കുന്നത്. വരും ദിവസങ്ങളിൽ താപനില ഉയർന്ന് വ്യാഴാഴ്ചയാകുമ്പോഴേക്കും താപനില 28 ഡിഗ്രിയിൽ എത്തുമെന്നാണ് മെറ്റ് ഓഫീസ് പറയുന്നത്. ഇംഗ്ലണ്ടിലും വെയിൽസിലും ആഞ്ഞടിച്ച റെക്കോർഡ് ചൂട് അനുഭവപ്പെട്ട ഒരു ഉഷ്ണതരംഗത്തിനു ശേഷം 3 ആഴ്ചകൾക്കിപ്പുറമാണ് ഇപ്പോൾ മറ്റൊരു ഉഷ്ണതരംഗം ഉണ്ടാകുന്നത്. ആദ്യ തരംഗത്തിൽ ഇംഗ്ലണ്ടിൽ 35.1 ഡിഗ്രി സെൽഷ്യസ് വരെയും വെയിൽസിൽ 32.9 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് അനുഭവപ്പെട്ടിരുന്നു. കഴിഞ്ഞ വാരാന്ത്യത്തിലും ഉഷ്ണതരംഗത്തിനുള്ള സാധ്യത മെറ്റ് ഓഫീസ് പ്രവചിച്ചിരുന്നു എങ്കിലും താപനില 24.1 ഡിഗ്രി സെൽഷ്യസ് വരെ മാത്രമേ ഉയർന്നിരുന്നുള്ളൂ. ഇന്ന് പൊതുവെ മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുക എന്നും മെറ്റ് ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. ലോകം ഉറ്റുനോക്കുന്ന അമേരിക്ക ഇറാൻ സമാധാന കരാറിൽ ഇരു രാജ്യങ്ങളും ഡിജിറ്റലായി ഒപ്പുവെച്ചതായി US വൈസ് പ്രസിഡന്റ് JD വാൻസ്. അതീവ രഹസ്യമായാണ് കരാർ വിവരങ്ങൾ ഇരു രാജ്യങ്ങളും സൂക്ഷിച്ചിട്ടുള്ളത്. വെള്ളിയാഴ്ച ജനീവയിൽ വെച്ച് അമേരിക്കയും ഇറാനും കരാറിൽ ഔദ്യോഗികമായി നേരിട്ട് ഒപ്പുവെക്കുമെന്നാണ് വിവരം. അമേരിക്ക ഇറാൻ സമാധാന കരാറിൽ ഇരു രാജ്യങ്ങളും ഡിജിറ്റലായി ഒപ്പുവെച്ചതായി US വൈസ് പ്രസിഡന്റ് JD വാൻസ്. അതീവ രഹസ്യമായാണ് കരാർ വിവരങ്ങൾ ഇരു രാജ്യങ്ങളും സൂക്ഷിച്ചിട്ടുള്ളത്. വെള്ളിയാഴ്ച ജനീവയിൽ വെച്ച് അമേരിക്കയും ഇറാനും കരാറിൽ ഔദ്യോഗികമായി നേരിട്ട് ഒപ്പുവെക്കുമെന്നാണ് വിവരം. അതുവരെ ധാരണയുടെ കൂടുതൽ വിശദാംശങ്ങൾ രഹസ്യമാക്കി വെക്കാനാണ് ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിരിക്കുന്നത്. US-ഉമായി ഉണ്ടാക്കിയ ഈ ധാരണ ഒരു അന്തിമ സമാധാന കരാറല്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നു നൽകുന്ന കാര്യത്തിൽ ഇപ്പോഴും ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. കൂടാതെ ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം, ആണവ നിയന്ത്രണങ്ങൾ, അമേരിക്കൻ ഉപരോധങ്ങൾ ഘട്ടങ്ങളായി പിൻവലിക്കുന്ന രീതി തുടങ്ങിയ നിർണായക വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോഴും പൂർണ്ണമായ സമവായത്തിൽ എത്തിയിട്ടില്ല എന്നാണ് സൂചന. ഈ തർക്ക വിഷയങ്ങളിൽ വ്യക്തത വരുത്തുന്നതിനായി വരും ദിവസങ്ങളിൽ ഇരുപക്ഷവും തമ്മിൽ തുടർ ചർച്ചകൾ നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാനുമായി ധാരണാപത്രം ഒപ്പിട്ടതോടെ US-ലെ ജനങ്ങൾ വെറുത്ത ഒരു യുദ്ധത്തിൽ നിന്ന് തലയൂരുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ കരാറിൽ ഇറാൻ ഇളവുകൾ നൽകിയതിനുള്ള വിമർശനങ്ങൾ കൂടി ഇനി ട്രംപ് നേരിടേണ്ടി വരും. ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാക്കാമെന്നും ഇറാൻ പെട്രോളിയം, പ്രകൃതിവാതക സമ്പത്ത് കൈക്കലാക്കാമെന്നും മോഹിച്ചാണ് ട്രംപ് പശ്ചിമേഷ്യയിലേക്ക് സേനയെ അയച്ചത്. എന്നാൽ ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചതോടെ കാര്യങ്ങൾ കുഴഞ്ഞുമറിഞ്ഞു. US-ലും യൂറോപ്പിലും അടക്കം ലോകമെങ്ങും ഇന്ധനവില കുത്തനെ ഉയർന്നു. നവംബറിൽ ഇടക്കാല തിരഞ്ഞെടുപ്പ് നടക്കുന്ന US-ൽ വിലക്കയറ്റം റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന് കണ്ടാണ് ട്രംപ് ഒത്തുതീർപ്പിന് ഇറങ്ങി തിരിച്ചത്. യുദ്ധം നിർത്തിയതോടെ ജനവികാരം മാനിച്ചതായി തൽക്കാലം സമാധാനിക്കാമെങ്കിലും യുദ്ധത്തിനായി നിലകൊണ്ട റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഇസ്രായേൽ പക്ഷക്കാരുടെ വിമർശനം ട്രംപിനെ കുഴപ്പത്തിലാക്കും. ആണവ പദ്ധതി സംബന്ധിച്ച് പിന്നീട് ചർച്ച ചെയ്യാമെന്ന് തീരുമാനിച്ചതും നിക്ഷേപങ്ങൾ വിട്ടുകൊടുക്കുന്നതും ഇറാനുള്ള അനാവശ്യ ഇളവുകളാണ് എന്നതാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ വിമർശനം. US കോൺഗ്രസിന്റെ നിയന്ത്രണം നിലനിർത്താൻ കഷ്ടപ്പെടുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഇടക്കാല തെരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിച്ചാൽ വലിയ തിരിച്ചടിയാകും. കരാറിനെ ശക്തിയായി എതിർക്കുന്ന ഇസ്രായേലിനെ അനുനയിപ്പിച്ച് കൂടെ നിർത്തുക ട്രംപ് നേരിടുന്ന മറ്റൊരു വെല്ലുവിളിയാണ്. ലെബനനിൽ ആക്രമണം തുടർന്നാൽ കരാർ പൊളിയുമെന്ന മുന്നറിയിപ്പ് ഇറാൻ നൽകി കഴിഞ്ഞു. കരാർ ഒപ്പിടും മുൻപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായി ട്രംപ് ഫോണിൽ സംസാരിച്ചുവെങ്കിലും തെക്കൻ ലെബനനിൽ നിന്ന് പിന്മാറില്ല എന്നാണ് ഇന്നലെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സ് പറഞ്ഞത്. കാലിഫോർണിയയിൽ അമേരിക്കൻ വ്യോമസേനയുടെ B-52 സ്ട്രാറ്റോഫോർട്രസ് ബോംബർ വിമാനം തകർന്നു വീണ് 8 സൈനികർ കൊല്ലപ്പെട്ടു. കാലിഫോർണിയയിലെ എഡ്വേർഡ്സ് എയർഫോഴ്സ് ബേസിന് സമീപം പരീക്ഷണ പറക്കൽ നടത്തുന്നതിനിടെയായിരുന്നു ദാരുണമായ ഈ അപകടം സംഭവിച്ചത്. US സൈന്യത്തിന്റെ B-52 ബോംബർ വിമാനം തകർന്ന് വിമാനത്തിലുണ്ടായിരുന്ന 8 പേരും മരിച്ചു. ലോസ് ആഞ്ചലസിന് ഏകദേശം 95 കിലോമീറ്റർ വടക്കുള്ള എഡ്വേർഡ്സ് വ്യോമസേനാ താവളത്തിലാണ് അപകടമുണ്ടായത്. പരീക്ഷണ പറക്കലിന്റെ ഭാഗമായി സഞ്ചരിച്ച വിമാനമാണ് തകർന്നതെന്നും ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്നും എഡ്വേർഡ്സ് എയർഫോഴ്സ് ബേസ് പ്രസ്താവനയിൽ പറഞ്ഞു. അപകടത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. എയർഫീൽഡ് അടച്ചു. ഇവിടേക്ക് വരേണ്ടിയിരുന്ന മറ്റ് വിമാനങ്ങൾ തിരിച്ചുവിട്ടതായി അധികൃതർ സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു.
1954 B-52 ബോംബർ US സേനയുടെ ഭാഗമായത്. സോവിയറ്റ് യൂണിയനുമായുള്ള യുദ്ധം മുന്നിൽ കണ്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ശീതയുദ്ധം അവസാനിച്ചതിനു ശേഷവും വിമാനത്തിൽ തുടർച്ചയായ നവീകരണങ്ങൾ നടത്തി. ബോംബുകളും ക്രൂസ് മിസൈലുകളും ഉൾപ്പെടെയുള്ള വിവിധതരം ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ഈ കൂറ്റൻ ബോംബർ വിമാനത്തിന് 159 അടി നീളമുണ്ട്. ആണവായുധങ്ങൾ വഹിക്കാനുള്ള ശേഷിയുമുണ്ട്. വിയറ്റ്നാം, ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ തുടങ്ങിയ സംഘർഷ മേഖലകളിൽ അമേരിക്ക ഈ വിമാനം വിന്യസിച്ചിട്ടുണ്ട്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 126.88 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.16 യൂറോ, ഒരു US ഡോളർ 94.69 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 109.66 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.34 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 67.57 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യസഭ MLC തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് കർണാടകയിൽ വീണ്ടും റിസോർട്ട് പൊളിറ്റിക്സ്. കോൺഗ്രസ് MLA-മാരെ ഇന്ന് വൈകിട്ട് റിസോർട്ടിലേക്ക് മാറ്റും. രാജ്യസഭ MLC തിരഞ്ഞെടുപ്പുകളിലെ ക്രോസ് വോട്ടിംഗ് ഒഴിവാക്കുന്നത് ലക്ഷ്യമിട്ടാണ് MLA-മാരെ റിസോർട്ടിലേക്ക് മാറ്റാൻ കോൺഗ്രസ് നിർബന്ധിതരായത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള തന്ത്രങ്ങൾ ചർച്ച ചെയ്യാൻ കർണാടകത്തിൽ കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം ഇന്ന് ചേരും. വൈകിട്ട് 6 മണിക്ക് ബിദഡി വണ്ടർല റിസോർട്ടിലാണ് മുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ അധ്യക്ഷതയിലുള്ള യോഗം ചേരുക. കർണാടകത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി രൺദീപ് സിംഗ് സുജർവാലയും യോഗത്തിൽ പങ്കെടുക്കും. കർണാടകത്തിലെ ഒഴിവുള്ള 7 സീറ്റുകളിൽ 5 സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് നിശ്ചയിച്ചിട്ടുള്ളത്. BJP 2ഉം JDS 1 സ്ഥാനാർത്ഥിയെയും മത്സരിപ്പിക്കുന്നുണ്ട്. നിയമസഭയിലെ അംഗസംഖ്യയുടെ അടിസ്ഥാനത്തിൽ 4 സീറ്റിൽ കോൺഗ്രസിന് ജയം ഉറപ്പാണെങ്കിലും ക്രോസ് വോട്ടിംഗ് സാധ്യത മുന്നിൽ കണ്ടാണ് MLA-മാരെ റിസോർട്ടിലേക്ക് മാറ്റിയിരിക്കുന്നത്. HD ദേവഗൌഡയ്ക്ക് സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെ ഉണ്ടായ അസംതൃപ്തി മുതലെടുത്ത് 5ാമതൊരു സ്ഥാനാർത്ഥിയെ കൂടി ജയിപ്പിക്കാനാകുമോ എന്നാണ് കോൺഗ്രസ് ഉറ്റുനോക്കുന്നത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ജൂൺ 18 വരെ MLA-മാർ ഈ റിസോർട്ടിൽ തന്നെ തുടരും. തൃണമൂൽ കോൺഗ്രസിന്റെ യഥാർത്ഥ അവകാശികൾ ആരെന്നുറപ്പിക്കാനുള്ള പോരാട്ടം കോടതി കയറാൻ സാധ്യത. ലോക്സഭയിലെ തൃണമൂൽ കോൺഗ്രസിന്റെ 28 MP-മാരിൽ 20 പേരാണ് നിലവിൽ വിമത പക്ഷത്തുള്ളത്. 2/3 ഭാഗം മറുപക്ഷത്തേക്ക് ചാടിയതോടെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരമുള്ള നടപടികൾ ഒഴിവാകുമെന്ന പ്രതീക്ഷയിലാണ് MP-മാർ. BJP-ക്കെതിരെ മത്സരിച്ച് ജയിച്ച ലോക്സഭയിലെത്തിയവർ BJP നയിക്കുന്ന NDA പിന്തുണയ്ക്കുന്നത് ചൂണ്ടിക്കാട്ടി മമത പക്ഷം സുപ്രീം കോടതി വരെ കയറിയിറങ്ങുമെന്ന് ഉറപ്പ്. ഈ സാഹചര്യത്തിൽ നിയമക്കുരുക്കുകൾ ഒഴിവാക്കാൻ ലക്ഷ്യമിട്ട് വിമതർ നടത്തിയ നീക്കമാണ് നാഷണലിസ്റ്റ് സിറ്റിസൺ പാർട്ടി ഓഫ് ഇന്ത്യയിൽ ലയിക്കാനുള്ള തീരുമാനം. ഇതും ചോദ്യം ചെയ്യപ്പെട്ടേക്കും. ബംഗാൾ നിയമസഭയിലെ തൃണമൂൽ കോൺഗ്രസിന്റെ 80 MLA-മാരിൽ 64 പേർ പാർട്ടി വിട്ട് പുതിയ വിഭാഗം രൂപീകരിച്ചിട്ടുണ്ട്. വിമത നേതാവ് ഋതുപ്രതാപ് ബാനർജിയെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇവരിൽ ചിലരും സമാന അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. വിമതർ എല്ലാവരും ഒന്നിച്ചു നിൽക്കുമോ എന്ന കാര്യത്തിലും വ്യക്തതയായിട്ടില്ല. വിമത നീക്കത്തിനെതിരെ മമതാ ബാനർജി കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസിന്റെ പേര്, ചിഹ്നം, പതാക എന്നിവയുടെ അവകാശം സ്വന്തമാക്കാനായി നിയമപോരാട്ടം നടത്തുമെന്ന് വിമതരുടെ കൂട്ടത്തിലുള്ള മുതിർന്ന നേതാവ് സുദീപ് ബന്ധോപാധ്യായും പറഞ്ഞു. പാർട്ടിയെ തിരുത്താൻ ശ്രമിക്കുകയാണെന്നും തിരഞ്ഞെടുപ്പ് ചിഹ്നം സ്വന്തമാക്കാനുള്ള പോരാട്ടം തുടരുമെന്നും തൃണമൂൽ കോൺഗ്രസ് വിമതനായ ലോക്സഭാംഗം അരൂപ് ചക്രവർത്തി പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രാദേശിക പാർട്ടികളുടെ പിന്തുണ തേടുകയും സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ അവരെ തോൽപ്പിക്കാൻ അണിയറ നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്ന കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും രാഷ്ട്രീയ ഇരട്ടത്താപ്പിനെതിരെ ആഞ്ഞടിച്ച് മുൻ സഖ്യകക്ഷിയായ DMK. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യത്തിൽ തുടർന്നുകൊണ്ട് തന്നെ കോൺഗ്രസ് DMK-യെ പിന്നിൽ നിന്ന് കുത്തിയെന്നും രാഹുൽ ഗാന്ധിയുടെ പൂർണ്ണ അനുഗ്രഹത്തോടെ നടന്ന ഈ ചതിയാണ് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള DMK കോൺഗ്രസ് സഖ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായതെന്നും പാർട്ടി ഔദ്യോഗികമായി കുറ്റപ്പെടുത്തി. DMK-യുടെ മുഖപത്രമായ മുരശുലിയിൽ എഴുതിയ മുഖപ്രസംഗത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പക്വതയില്ലായ്മയെയും അവിശ്വസ്തതയെയും കടന്നാക്രമിച്ചുകൊണ്ട് കടുത്ത ഭാഷയിലുള്ള വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അടുത്തിടെ നടന്ന ഇന്ത്യ മുന്നണി യോഗത്തിൽ പ്രതിപക്ഷ ഐക്യത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി സംസാരിച്ചതിനെ വൈകി വന്ന വിവേകമെന്ന് മുഖപത്രം പരിഹസിച്ചു. മുന്നണിയിലെ ഭൂരിഭാഗം കക്ഷികളും കോൺഗ്രസിനെതിരെ തിരിയുകയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുലിന് മേൽ സമ്മർദ്ദം ശക്തമാവുകയും ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടായത്. ഓരോ സംസ്ഥാനത്തും പ്രതിപക്ഷ ഐക്യം തകർത്തത് രാഹുൽ ഗാന്ധി തന്നെയല്ലേ എന്ന് മുരശുലി ചോദിക്കുന്നു. ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടിയും ബീഹാറിൽ RJD-യും കേരളത്തിൽ ഇടതുപക്ഷവും രാഹുലിന്റെ പെരുമാറ്റത്തെയും നിലപാടുകളെയും ഒരുപോലെ ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. രാജ്യത്ത് BJP വിരുദ്ധ വികാരത്തെക്കാൾ കോൺഗ്രസ് വിരുദ്ധ വികാരം മുന്നണി യോഗത്തിൽ ചർച്ചയാകാൻ കാരണം രാഹുലിന്റെ പക്വതയില്ലായ്മയാണ്. തമിഴ്നാട്ടിൽ DMK വിട്ട് ഭരണകക്ഷിയായ TVK-യുടെ കൂടെ പോയ കോൺഗ്രസ് ഇപ്പോൾ TVK തലവൻ ഇന്ത്യ മുന്നണിയിലേക്ക് ഇല്ല എന്ന് വ്യക്തമാക്കിയതോടെ DMK-യെ സുഖിപ്പിക്കാൻ നോക്കുകയാണെന്നും മുഖപ്രസംഗം പരിഹസിക്കുന്നു. കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങൾ തികച്ചും അസംബന്ധമായിരുന്നുവെന്ന് മുഖപത്രം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. LDF അല്ലാതെ മറ്റാരുണ്ടെന്ന തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യം തിരിച്ചടിയായതായി CPM നേതാവ് P. രാജീവ്. EMS-ന്റെ ലോകം ദേശീയ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF അല്ലാതെ മറ്റാരുണ്ട്, ആ മുദ്രാവാക്യം വേണ്ടത്ര ശരിയായില്ല എന്നാണ് പാർട്ടി വിലയിരുത്തിയത്.
ആളുകൾക്കിടയിൽ അത് മറ്റൊരു ബോധം രൂപപ്പെടുത്തി. വെള്ളാപ്പള്ളിക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്നും രാജീവ് പറഞ്ഞു. അടിമുടി സംഘടനാ ദൗർബല്യമുണ്ടെന്ന് സമ്മതിക്കുന്നതായിരുന്നു തിരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ ചേർന്ന CPM സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച റിപ്പോർട്ട്. സംസ്ഥാന കമ്മിറ്റി എടുക്കുന്ന തീരുമാനം ജില്ലാ, ഏരിയ, ലോക്കൽ, ബ്രാഞ്ച് തലം വരെ എത്തിച്ച് പ്രാവർത്തികമാക്കുന്നതിൽ ഓരോ ഘടകത്തിന്റെയും നേതൃത്വത്തിന് പോരായ്മകൾ ഉണ്ടായി. ഏറ്റെടുക്കുന്ന പ്രവർത്തനത്തിന്റെ രാഷ്ട്രീയ ഉള്ളടക്കത്തെക്കുറിച്ച് കമ്മിറ്റികളിൽ പലർക്കും ധാരണയില്ല. ഈ ദൗർബല്യം കേരളത്തിലെ എല്ലാ ഘടകത്തിലുമുണ്ട്. ഇത്രയും കനത്ത പരാജയം മുൻകൂട്ടി കാണുന്നതിൽ സംസ്ഥാന കമ്മിറ്റി പരാജയപ്പെട്ടുവെന്നും നേതൃത്വം തുറന്നു സമ്മതിച്ചിരുന്നു. SIR ന്യൂനപക്ഷങ്ങളിൽ ഉണ്ടാക്കിയ ആശങ്ക കോൺഗ്രസും ജമാഅത്തെ ഇസ്ലാമിയും CPM-നെതിരെ ഉപയോഗിച്ചു. SIR നടപ്പാക്കുന്നത് പിണറായി വിജയനാണെന്ന കുപ്രചരണം ന്യൂനപക്ഷത്തെ ഇടതുചേരിയിൽ നിന്ന് അകറ്റി. മതത്തെ ഉപയോഗിച്ച് വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കാൻ മുസ്ലിം ലീഗ് ശ്രമം നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേതിനേക്കാൾ BJPക്ക് 6% വോട്ട് കുറഞ്ഞു. ഈ വോട്ട് 30 മണ്ഡലങ്ങളിൽ UDF-ന് ലഭിച്ചു. കോൺഗ്രസും BJPയും പണമൊഴുക്കി. BJP ക്ഷേത്ര ഭാരവാഹികളെ സ്വാധീനിച്ചു. വോട്ടർമാരുടെ ബാങ്ക് വായ്പകൾ അടച്ചു തീർത്തു. സർക്കാരിന്റെ നേട്ടം ജനങ്ങളിൽ എത്തിക്കുന്നതിൽ പോരായ്മകൾ സംഭവിച്ചു. വലതുപക്ഷ മാധ്യമങ്ങൾ സർക്കാരിനും പാർട്ടിക്കുമെതിരെ നടത്തിയ കള്ളപ്രചരണ വേല വേണ്ടത്ര പ്രതിരോധിക്കാനായില്ല. പയ്യന്നൂരിലും തളിപ്പറമ്പിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് വീഴ്ച പറ്റി. തീരുമാനം അംഗീകരിച്ച സംസ്ഥാന കമ്മിറ്റിക്കും പിഴച്ചു. വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ വേണ്ടത്ര ഊക്കോടെ പാർട്ടി തള്ളിപ്പറഞ്ഞില്ല എന്ന തോന്നൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ രൂപപ്പെട്ടു. ഈ സംശയം ദൂരീകരിക്കാനായില്ല. അയ്യപ്പ സംഗമത്തിൽ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചത് തിരിച്ചടിയായി. സംഗമം സർക്കാരിന്റേതാണെന്ന തരത്തിൽ ചിത്രീകരിക്കപ്പെട്ടതും തിരിച്ചടിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ A. പത്മകുമാറിനെതിരെ തുടക്കത്തിൽ തന്നെ പാർട്ടി കർശന നടപടിയെടുത്തില്ല എന്ന പ്രചരണം LDF-നെ ബാധിച്ചു. താഴെത്തട്ട് വരെ പാർട്ടിക്ക് സംഘടനാപരമായ ദൗർബല്യമുണ്ടായി. 10 വർഷമായ സ്ഥിതിക്ക് ഇനി മാറ്റം വരട്ടെ എന്ന ചില സാഹിത്യ നായകരുടെ അഭിപ്രായ പ്രകടനം ഒരു വിഭാഗം വോട്ടർമാരെ സ്വാധീനിച്ചു എന്നിവയാണ് പരാജയത്തിന് പാർട്ടി കണ്ടെത്തിയ 12 കാരണങ്ങൾ. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് സ്വയം ഔചിത്യം പാലിക്കണമായിരുന്നുവെന്ന് MV ഗോവിന്ദന്റെ പേരെടുത്ത് പറയാതെ CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ വിമർശനം. മലപ്പുറത്ത് നടന്ന EMS-ന്റെ ലോകം ദേശീയ സെമിനാറിന്റെ സമാപന സമ്മേളനത്തിൽ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ബേബി. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് സ്വയം ഔചിത്യം പാലിക്കണമായിരുന്നുവെന്ന് മലപ്പുറത്ത് നടന്ന EMS-ന്റെ ലോകം ദേശീയ സെമിനാറിന്റെ സമാപന സമ്മേളനത്തിൽ ചോദ്യങ്ങളോട് പ്രതികരിക്കവേ MV ഗോവിന്ദന്റെ പേരെടുത്ത് പറയാതെ CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ വിമർശനം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുടുംബാംഗങ്ങൾ മത്സരിച്ച ഇടങ്ങളിലെല്ലാം ജനങ്ങൾ അവരെ തിരഞ്ഞുപിടിച്ച് തോൽപ്പിച്ചിട്ടുണ്ടെന്ന് പാർട്ടി വിലയിരുത്തി റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് ഇത് ആവർത്തിച്ചു എന്നതായിരുന്നു ചോദ്യം. ഇതിനോട് പ്രതികരിക്കവെയാണ് ബേബി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ പരോക്ഷമായി വിമർശിച്ചത്. ഒരാൾ സ്വന്തം അർഹത കൊണ്ട് സ്ഥാനാർത്ഥിയാകുമ്പോൾ അവരുടെ ബന്ധുത്വം പറഞ്ഞ് ഭൂഷ മാധ്യമങ്ങൾ കടന്നാക്രമിക്കാറുണ്ട്. അത്തരം പ്രചരണങ്ങളുടെ പിന്നാലെ പാർട്ടി പോവേണ്ടതില്ല. എന്നാൽ ഒരു നേതാവുമായി ബന്ധപ്പെട്ട ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നത് പാർട്ടിയെ മൊത്തത്തിൽ കടന്നാക്രമിക്കാൻ മാധ്യമങ്ങൾക്ക് അവസരം നൽകുമെന്ന് തോന്നുകയാണെങ്കിൽ അത് ഒഴിവാക്കാനുള്ള ഔചിത്യം ബന്ധപ്പെട്ട നേതാവ് തന്നെ കാണിക്കണം. അത്തരമൊരു സാഹചര്യത്തിൽ താനുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് പകരം മറ്റൊരാൾ മതി എന്ന് തീരുമാനിക്കാൻ നേതാവ് തന്നെ മുൻകൈയെടുക്കുന്നതാണ് ശരിയായ രീതിയെന്ന് അദ്ദേഹം വിശദീകരിച്ചു. പ്രിയദർശിനി പദ്ധതിയുടെ ഭാഗമായ സൗജന്യ യാത്രയ്ക്ക് ആരംഭം കുറിച്ച തിങ്കളാഴ്ച KSRTC-യുടെ ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടായത് വൻ വർധന. കഴിഞ്ഞ തിങ്കളാഴ്ചയെ അപേക്ഷിച്ച് 6 ലക്ഷത്തോളം സ്ത്രീ യാത്രക്കാരാണ് അധികമായി ഇന്നലെ യാത്ര നടത്തിയതെന്നാണ് കണക്കുകൾ. തിങ്കളാഴ്ച KSRTC ഓർഡിനറി ബസ്സിൽ പ്രിയദർശിനി പദ്ധതിയുടെ ഭാഗമായ സൗജന്യ യാത്രയ്ക്ക് ആകെ യാത്ര ചെയ്തത് 13,29,938 സ്ത്രീകളാണ്. ഇതിൽ സീറോ ടിക്കറ്റിൽ യാത്ര ചെയ്തത് 7,83,115 വനിതാ യാത്രക്കാരാണ്. പദ്ധതി ആരംഭിച്ച് 10 മണിക്ക് മുൻപ് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തവരാണ് ബാക്കി. കഴിഞ്ഞ തിങ്കളാഴ്ച യാത്ര ചെയ്ത സ്ത്രീകളുടെ എണ്ണം 7,34,693 ആയിരുന്നു. ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ 5,95,245 വനിതാ യാത്രക്കാരുടെ വർധനവാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. സീറോ ടിക്കറ്റ് ഇനത്തിൽ സർക്കാരിന് 1,59,56,801 രൂപയുടെ ബാധ്യതയാണ് തിങ്കളാഴ്ച മാത്രം ഉണ്ടാവുക. കഴിഞ്ഞ തിങ്കളാഴ്ചയെ അപേക്ഷിച്ച് ഇന്നലെ പുരുഷയാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായി എന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച 6,94,799 പേരാണ് യാത്ര ചെയ്തതെങ്കിൽ ഇന്നലെ 2,26,673 പുരുഷന്മാർ മാത്രമാണ് ഓർഡിനറി ബസ്സിൽ യാത്ര ചെയ്തത്. UDF-ന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര. മുഖ്യമന്ത്രി VD സതീശനാണ് ഇന്നലെ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. സംസ്ഥാനത്തെ 3,125 KSRTC ഓർഡിനറി ബസ്സുകളിലാണ് സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും പണച്ചെലവില്ലാതെ സഞ്ചരിക്കാനാവുക. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, പോയിന്റ് ടു പോയിന്റ്, ഗ്രാമവണ്ടി, ഫെയർ സ്റ്റേജ് LS, ടൗൺ ടു ടൗൺ വിഭാഗങ്ങളിലെ ബസ്സുകളിലാണ് സൗജന്യ യാത്രാ സൗകര്യം ഉണ്ടാവുക. ഫിഫ ലോകകപ്പ് പോരാട്ടങ്ങൾക്ക് വിജയത്തോടെ തുടക്കമിടാമെന്ന ബെൽജിയത്തിന്റെ മോഹങ്ങൾക്ക് അപ്രതീക്ഷിത തിരിച്ചടിയായി ഈജിപ്തിന്റെ സമനില കുരുക്ക്.
മത്സരത്തിന്റെ 20-ാം മിനിറ്റിൽ ഇമാം അഷൂറിലൂടെ മുന്നിലെത്തിയ ഈജിപ്തിനെതിരെ രണ്ടാം പകുതിയിലെ സേഫ് ഗോളാണ് ബെൽജിയത്തിന് കഷ്ടിച്ച് സമനില നേടിക്കൊടുത്തത്. മത്സരത്തിന്റെ ഇരു പകുതികളിലും ബെൽജിയത്തിന് ഒപ്പത്തിനൊപ്പം നിന്ന് പൊരുതിയ ഈജിപ്ത് ബോൾ പൊസഷനിൽ 47% സ്വന്തമാക്കി. ബെൽജിയം 15 ഗോൾ അവസരങ്ങൾ സൃഷ്ടിച്ചപ്പോൾ ഈജിപ്ത് 14 ഗോൾ അവസരങ്ങളും 4 ഓൺ ടാർഗറ്റ് ഷോട്ടുകളും അടിച്ചു. മത്സരത്തിന്റെ എല്ലാ മേഖലകളിലും കരുത്തരായ ബെൽജിയത്തോട് കിടപിടിക്കുന്നതായിരുന്നു ഈജിപ്തിന്റെ കളി. സൂപ്പർ താരം മുഹമ്മദ് സലായെ രണ്ടാം പകുതിയിൽ പിൻവലിച്ചെങ്കിലും അവസാന മിനിറ്റ് വരെ മത്സരത്തിൽ ലീഡെടുക്കാൻ ഈജിപ്ത് പൊരുതി കളിച്ചു. മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകളിൽ ചാൾസ് ഡെ കറ്റാലരെ ബെൽജിയത്തിന് വേണ്ടിയും മുഹമ്മദ് സലായും ഒമർ മർമൌഷും ഈജിപ്തിന് വേണ്ടിയും തുടർച്ചയായി മുന്നേറ്റങ്ങൾ സൃഷ്ടിച്ചു. മത്സരത്തിന്റെ 13-ാം മിനിറ്റിൽ ബെൽജിയം താരം നേഥൻ എൻഗോയിയെ ഫൗൾ ചെയ്തതിന് ഈജിപ്ത് താരം മറവൻ അച്ചിയയ്ക്ക് യെല്ലോ കാർഡ് ലഭിച്ചു. പിന്നാലെ മുഹമ്മദ് സലായെ വീഴ്ത്തിയ തിമോത്തി കാറ്റ്സിനെയും യെല്ലോ കാർഡ് കണ്ടു. കാര്യമായ ഗോൾ നീക്കങ്ങളൊന്നും ഇല്ലാതിരിക്കെയാണ് അപ്രതീക്ഷിതമായി ഈജിപ്ത് മത്സരത്തിൽ ലീഡ് പിടിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്പെയിനിൽ കുടിയേറ്റക്കാർക്കായി പ്രഖ്യാപിച്ച പൊതുമാപ്പ് പദ്ധതി 10 ലക്ഷത്തിലധികം പേരെ ആകർഷിക്കുമെന്ന് റിപ്പോർട്ട്. സ്പെയിനിലെ പൊതുമാപ്പ് പദ്ധതി അനധികൃതമായി സ്പെയിനിലെത്തിയ കുടിയേറ്റക്കാർക്ക് നിയമപരമായ താമസത്തിനുള്ള അവസരം നൽകുന്നത്. പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ഏകദേശം 5 ലക്ഷത്തോളം പേർ. ഇതുവരെ 9 ലക്ഷത്തോളം അപേക്ഷകൾ ലഭിച്ചു കഴിഞ്ഞതായി കുടിയേറ്റകാര്യ മന്ത്രാലയം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാറിൽ നിർണായക മുന്നേറ്റം. ആഗോള എണ്ണവില 3 മാസത്തിനിടയിൽ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ഇടിഞ്ഞു. ശക്തമായ നേട്ടം രേഖപ്പെടുത്തി UK ഉൾപ്പെടെയുള്ള ആഗോള ഓഹരി വിപണികൾ. ബ്രന്റ് ക്രൂഡ് ബാരലിന് ഏകദേശം $83 താഴ്ന്നപ്പോൾ യൂറോപ്യൻ വാതക വില കുറഞ്ഞത് 6%. വിപണികളെ ആവേശത്തിലാക്കിയത് ലോക എണ്ണ വിതരണത്തിന്റെ പ്രധാന കവാടമായ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുമെന്ന പ്രതീക്ഷ. UK-യിൽ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള സോഷ്യൽ മീഡിയ വിലക്ക് ഫലപ്രദമായി നടപ്പാക്കുന്നതിനായി പ്രായപരിശോധനാ സംവിധാനങ്ങളുടെ രൂപരേഖ ഒക്ടോബറോടെ തയ്യാറാക്കണമെന്ന് UK ടെക്നോളജി സെക്രട്ടറി ലിസ് കെൻഡൽ. ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, സ്നാപ്ചാറ്റ്, എക്സ്, ഫേസ്ബുക്ക് തുടങ്ങിയ പ്രധാന പ്ലാറ്റ്ഫോമുകൾക്ക് സർക്കാർ വിലക്ക് ഏർപ്പെടുത്തും. വിലക്ക് കർശനമായി നടപ്പാക്കാൻ വ്യക്തമായ എൻഫോഴ്സ്മെന്റ് തന്ത്രവും വാർഷിക റിപ്പോർട്ടും സമർപ്പിക്കണമെന്ന് മാധ്യമ നിയന്ത്രണ ഏജൻസിയായ ഓഫ്കോമിന് സർക്കാരിന്റെ കർശന നിർദ്ദേശം. അമേരിക്ക ഇറാൻ സമാധാന കരാറിൽ ഇരു രാജ്യങ്ങളും ഡിജിറ്റലായി ഒപ്പുവെച്ചതായി US വൈസ് പ്രസിഡന്റ് JD വാൻസ്. കരാർ വിവരങ്ങൾ ഇരു രാജ്യങ്ങളും സൂക്ഷിച്ചിട്ടുള്ളത് അതീവ രഹസ്യമായി. വെള്ളിയാഴ്ച ജനീവയിൽ വെച്ച് അമേരിക്കയും ഇറാനും കരാറിൽ ഔദ്യോഗികമായി ഒപ്പുവെക്കും. US-മായി ഉണ്ടാക്കിയ ധാരണ ഒരു അന്തിമ സമാധാന കരാർ അല്ല എന്ന് വ്യക്തമാക്കി ഇറാൻ. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നു നൽകുന്ന കാര്യത്തിൽ ഇപ്പോഴും ചില അവ്യക്തതകൾ നിലനിൽക്കുന്നു എന്ന് സൂചന. ഇറാനുമായി ധാരണാപത്രം ഒപ്പിട്ടതോടെ ഇറാൻ ഇളവുകൾ നൽകിയതിനുള്ള വിമർശനങ്ങൾ കൂടി ഇനി ട്രംപ് നേരിടേണ്ടി വരും. കാലിഫോർണിയയിൽ അമേരിക്കൻ വ്യോമസേനയുടെ B-52 സ്ട്രാറ്റോഫോർട്രസ് വിമാനം തകർന്നു വീണു. 8 സൈനികർ കൊല്ലപ്പെട്ടു. അപകടം സംഭവിച്ചത് കാലിഫോർണിയയിലെ എഡ്വേർഡ്സ് എയർഫോഴ്സ് ബേസിന് സമീപം പരീക്ഷണ പറക്കൽ നടത്തുന്നതിനിടെ. പരീക്ഷണ പറക്കലിന്റെ ഭാഗമായി സഞ്ചരിച്ച വിമാനമാണ് തകർന്നതെന്നും ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്നും എഡ്വേർഡ്സ് എയർഫോഴ്സ് ബേസ്. വിമാനങ്ങൾ തിരിച്ചുവിട്ടതായി അധികൃതർ. B-52 ബോംബർ US സേനയുടെ ഭാഗമായത് 1954. അപകടത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. കർണാടകയിൽ വീണ്ടും റിസോർട്ട് പൊളിറ്റിക്സ്. നടപടി രാജ്യസഭ MLC തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് കോൺഗ്രസ് MLA-മാരെ ഇന്ന് വൈകിട്ട് റിസോർട്ടിലേക്ക് മാറ്റും. MLA-മാരെ റിസോർട്ടിലേക്ക് മാറ്റാൻ കോൺഗ്രസ് നിർബന്ധിതരായത് രാജ്യസഭ MLC തിരഞ്ഞെടുപ്പുകളിലെ ക്രോസ് വോട്ടിംഗ് ഒഴിവാക്കാൻ. കർണാടകത്തിൽ കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം മുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ അധ്യക്ഷതയിൽ ഇന്ന് ചേരും. കോൺഗ്രസ് നിശ്ചയിച്ചിട്ടുള്ളത് കർണാടകത്തിലെ ഒഴിവുള്ള 7 സീറ്റുകളിൽ 5 സ്ഥാനാർത്ഥികളെ. തൃണമൂൽ കോൺഗ്രസിന്റെ യഥാർത്ഥ അവകാശികൾ ആരെന്നുറപ്പിക്കാനുള്ള പോരാട്ടം കോടതി കയറാൻ സാധ്യത. ലോക്സഭയിലെ തൃണമൂൽ കോൺഗ്രസിന്റെ 28 MP-മാരിൽ 20 പേരാണ് നിലവിൽ വിമതപക്ഷത്ത്. 3/2 ഭാഗം മറുപക്ഷത്തേക്ക് ചാടിയതോടെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരമുള്ള നടപടികൾ ഒഴിവാക്കുമെന്ന പ്രതീക്ഷയിൽ MP-മാർ. BJP-ക്കെതിരെ മത്സരിച്ച് ജയിച്ച് ലോക്സഭയിലെത്തിയവർ BJP നയിക്കുന്ന NDA പിന്തുണയ്ക്കുന്നത് ചൂണ്ടിക്കാട്ടി മമതാപക്ഷം സുപ്രീം കോടതിയിലേക്ക്. LDF അല്ലാതെ മറ്റാരുണ്ടെന്ന തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യം തിരിച്ചടിയായതായി CPM നേതാവ് P രാജീവ്. ജനങ്ങൾക്കിടയിൽ മുദ്രാവാക്യം മറ്റൊരു ബോധം രൂപപ്പെടുത്തിയെന്നും വെള്ളാപ്പള്ളിക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്നും രാജീവ്. അടിമുടി സംഘടനാ ദൗർബല്യമുണ്ടെന്ന് സമ്മതിച്ച് തിരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ ചേർന്ന CPM സംസ്ഥാന കമ്മിറ്റി. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് സ്വയം ഔചിത്യം പാലിക്കണമായിരുന്നുവെന്ന് MV ഗോവിന്ദന്റെ പേരെടുത്ത് പറയാതെ CPM ജനറൽ സെക്രട്ടറി MA ബേബി. തിരഞ്ഞെടുപ്പിൽ കുടുംബാംഗങ്ങൾ മത്സരിച്ച ഇടങ്ങളിലെല്ലാം ജനങ്ങൾ അവരെ തിരഞ്ഞുപിടിച്ച് തോൽപ്പിച്ചിട്ടുണ്ടെന്ന് പാർട്ടി വിലയിരുത്തൽ. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.